പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഓരോ ജുനിയൻസിനെ കാണിക്കാണ്. അവര് ഗ്രാമം മുഴുവൻ ഇപ്പൊ ചുറ്റി അലഞ്ഞ് അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈനോയും ടീമും ഇപ്പൊ ദൂരത്തായിട്ട് രണ്ടാൾക്കാരെ കാണും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് രണ്ട് മുത്താപ്പന്മാര് ഇപ്പൊ നടന്നു പോകുന്നത് കാണും. ഒരു പക്ഷേ അവര് വില്ലന്മാരുടെ ആൾക്കാരായിരിക്കോ എന്ന് കരുതി നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. മൂത്താപ്പന്മാര് നമ്മുടെ ആൾക്കാരെ കണ്ട ഉടനെ ഇപ്പൊ അടിക്കാനായിട്ട് ചാടി ചാടി നിൽക്കും. അപ്പൊ ആ ഒരു ജുനിയൻ പറയും, ഗ്രാമത്തിൽ നിന്ന് ആരോടും പുറത്തു പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്താ ഇപ്പൊ പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോ അതിന് അവര് പറയും, ഈ ഒരു ഇൻവെസ്റ്റിഗേഷനില് ഞങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് യങ്സ്റ്റേഴ്സില് തീരെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവർ രണ്ടുപേരും മുൻപോട്ട് നടക്കും. അപ്പൊ അതേസമയം ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് ഓരോരോ ഗ്രൂപ്പുകളുടെ ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അസിസ്റ്റന്റ് ചേച്ചി പറയും, ഇതുവരെ അക്കാസ്കി മെമ്പേഴ്സിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അതിന് ഹൊക്കാഗ ദേഷ്യപ്പെട്ട് 20 ടീമുകളെ അയച്ചിട്ട് ആർക്കും ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ, അവരവിടെ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോ അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, ഗ്രാമത്തിന്റെ പകുതി ഭാഗത്തോളം അവർ ചെക്ക് ചെയ്തു, അവിടെ എവിടെയും അക്കാസ്കി മെമ്പേഴ്സിന്റെ യാതൊരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത ഇപ്പൊ അസുമയും ടീംസും ആ ഒരു ടെമ്പിളിന്റെ തൊട്ടടുത്തെത്തും. ദൂരെ നിന്ന് കാണുമ്പോ തന്നെ ആ ഒരു ടെമ്പിള് അതാകെ തകർന്നു കിടക്കുകയാണ്. അസുമയും ടീമിനെയും കാണുമ്പോ ഹെഡ്മാന്ന് പേരുള്ള ഒരു വയസ്സായ അപ്പൂപ്പൻ അവിടേക്ക് വരും. അപ്പൂപ്പൻ ചോദിക്കും, നിങ്ങൾ ലീഫ് വില്ലേജിലുള്ളവരല്ലേ? അതിന് നമ്മുടെ ആൾക്കാര് അതേന്ന് പറയുമ്പോ അപ്പൂപ്പനാവട്ടെ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ ഒരു ടെമ്പിളിന്റെ അകത്തേക്ക് പോകും. അപ്പൊ അവിടെ ആസുമയും ടീമും കാണും ആ ഒരു വില്ലന്മാര് കൊന്ന ഒരുപാട് പേരുടെ ഡെഡ് ബോഡി അവിടെ അടക്കം ചെയ്തിരിക്കുന്നതായിട്ട്. അപ്പൂപ്പൻ പറയും, ഇത്രയും പേരുടെ കല്ലറ ഉണ്ടാക്കാൻ പോലും ഞങ്ങൾക്ക് അടുത്ത ഗ്രാമത്തിലെ ആളുകളുടെ സഹായം ചോദിക്കേണ്ടി വന്നു. അപ്പൊ അസുമ മാസ്റ്റർ ചോദിക്കും, ചെറീക്കോ മാസ്റ്ററുടെ ബോഡി അത് എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? അതിന് അവര് പറയും, ചെറീക്കോയുടെ ബോഡി അതുമാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ വേറൊരുത്തൻ പറയും, ബിങ്കോ ബുക്കില് ചെറീക്കോ മാസ്റ്റർക്ക് 30 മില്യന്റെ വാല്യൂ കണക്കാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവര് ചെറീക്കോയുടെ ബോഡി ആയിട്ട് ആ പണം കൈക്കലാക്കാനായിട്ട് ഒരു പക്ഷേ കളക്ഷൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പൊ വേറൊരുത്തൻ ചോദിക്കും, ആ ഒരു കളക്ഷൻ ഓഫീസ് അതെവിടെയാണ്? അതിനവൻ പറയും, അത് വളരെ അടുത്താണ്, പക്ഷെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് 5 റൂട്ടുകളുണ്ട്. ആസിമ മാസ്റ്റർ ഉടനെ ഇപ്പൊ 5 പ്രാവുകളെ ആ 5 റൂട്ടുകളിലേക്ക് അയക്കും. ഉടനെ ആസിമ പറയും, ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ല, നമുക്കും പോയി അവരെ അന്വേഷിക്കാന്ന് പറഞ്ഞ് അവര് പോവാൻ റെഡി ആവുമ്പോ ഇപ്പൊ അപ്പാപ്പൻ പറയും, ഒരു 2 മിനിറ്റ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം വേണം. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അല്പസമയം പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ ആസിമ ഇപ്പൊ പഴയ ഇമാജിനേഷനിലേക്ക് പോവാണ്. അവര് രണ്ടുപേരും ഒരുമിച്ച് ട്രെയിനിങ് എടുത്തത്, വർക്ക് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവൻ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ ആസിമയുടെ മുൻപിലായിട്ട് ആ ഒരു മൊട്ട മാസ്റ്ററെ ഇപ്പൊ അവൻ കാണും. ആസിമ പറയും, 12 ഗാർഡിയൻ നിഞ്ചാസില് ഇനി ബാക്കി ഞാൻ മാത്രമേ ഉള്ളൂ. അവസാനമായിട്ട് ഒരു 2 വാക്ക് നിന്നോട് സംസാരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. കട്ട് ചെയ്ത ആ വില്ലന്മാര് ഇപ്പൊ ചെറീക്കോയുടെ ബോഡിയായിട്ട് മുൻപോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അപ്പാപ്പൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അസുമയുടെ അരയിലേക്ക് നോക്കുമ്പോഴായിരിക്കും ആ ഒരു 12 നിഞ്ചാസിന്റെ ടവല് കാണാം. അപ്പൊ നീയും ആ 12 നിഞ്ച ഗ്യാങ്ങിലെ ഒരു മെമ്പർ ആയിരുന്നോ? നീ വളരെയേറെ സൂക്ഷിക്കണം, കാരണം നിന്റെ മേലും അവർക്കൊരു കണ്ണുണ്ടാവും. അതിന് ആസുമ പറയും, എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ചെറിയ കഴിഞ്ഞും കൂടുതല് 5 മില്യൺ വാല്യൂ അതെനിക്ക് അധികമാണ്. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ വീണ്ടും ഒരുപാട് ഫുഡ് പിൽസ് ഉണ്ടാക്കി കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. പക്ഷെ ഇത്തവണ അവൾ അവിടെ എവിടെയും ഇപ്പൊ കുട്ടപ്പനെ കാണില്ല. അപ്പൊ അവളുടെ അടുത്തേക്ക് ഇപ്പൊ സായി കൂടെ കടന്നു വരുമ്പോ അവള് ചോദിക്കും, നീയും കുട്ടപ്പൻ അന്വേഷിച്ചാണോ ഇവിടേക്ക് വന്നത്? അതിനവൻ പറയും, എന്റെ കാലിന് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് എക്സസൈസ് ചെയ്യാനും കൂടെ കുട്ടപ്പനെ ഒന്ന് കാണാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ കുട്ടപ്പനെ കാണുന്നില്ല, എന്താ അവന്റെ ട്രെയിനിങ് നിർത്തിയോന്ന് സായി അവളോട് ചോദിക്കുമ്പോ അതിന് സാക്കുറ പറയും, എനിക്കും അത് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ മറ്റൊരിടത്ത് ഇപ്പൊ യാമുട്ടോ സെൻസായും കാക്കാഷിയും കുട്ടപ്പനെ തൂക്കിയെടുത്ത് അവന് ഫുഡ് വാങ്ങിക്കൊടുക്കാൻ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ പറയും, എന്റെ ഈ ഒരു ഫുഡ് ബില്ല് നീ കഴിക്കുകയാണെങ്കിൽ നിന്റെ സർവ്വവേദനയും മാറും. സാക്കുറ കണ്ണടച്ച് അവളുടെ ഫുഡ് ബില്ലിനെ കുറിച്ച് ഇപ്പൊ തള്ളി മറിക്കുകയാണ്. സായ അതിന്റെ ഒരു പീസ് കഴിക്കുമ്പോഴേക്കും അവൻ ഓക്കാനും വന്ന് അവനൊരു ലെറ്റർ എഴുതി വെച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവള് കണ്ണു തുറന്ന് ഇപ്പൊ ലെറ്റർ വായിക്കുമ്പോ നിന്റെ ഫുഡ് ബില്ല് അത് അടിപൊളിയാണെന്നായിരിക്കും ആ ലെറ്ററിൽ ഉണ്ടാവുക. കുട്ടപ്പൻ റെസ്റ്റോറന്റിൽ വന്ന് ഇപ്പൊ നൂഡിൽസിന് വേണ്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനാ ഹോട്ടലിലെ പെണ്ണ് പറയും, നൂഡിൽസ് അതൊക്കെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആണ്, ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു ഡിഷ് ഉണ്ട്, അത് വിളമ്പട്ടേന്ന് ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, എനിക്ക് വേണ്ട, എനിക്ക് എന്റെ നൂഡിൽസ് മാത്രം മതി. നൂഡിൽസ് എനിക്കൊരു വികാരാണ്, അതിന്റെ ടേസ്റ്റ് മറ്റൊരു ഫുഡിനും കിട്ടില്ല. അതിന് അവള് പറയും, അയ്യോ അല്ലല്ല, ഈ ഒരു ഫുഡിന്റെ ടേസ്റ്റ് അത് നൂഡിൽസിന് പോലും ഇല്ല, ഇതൊരു അടിപൊളി അഡാർ ഐറ്റം ആണ്, ഒരിക്കൽ ട്രൈ ചെയ്താല്
പിന്നെ വിടാനേ തോന്നില്ല എന്ന് പറഞ്ഞ് അവൾ ആ ഒരു ഫുഡിനെ ഇപ്പൊ പൊക്കി അടിക്കാൻ തുടങ്ങും. നമ്മുടെ കുട്ടപ്പന് മരിച്ച മതിന്നാവും. നീ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറയുമ്പോ അവളാവട്ടെ അവളുടെ പുതിയ ഫുഡ് അത് 3 ഡിഷിലായിട്ട് അവിടേക്ക് കൊണ്ടുവരും. അവളത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയും, ഇത് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. ഇവര് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആണ്, അതുകൊണ്ട് ഇത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവൾ വീണ്ടും കുക്ക് ചെയ്യാൻ ആരംഭിക്കും. കുട്ടപ്പനാണെങ്കില് ഇപ്പൊ ഒരുപാട് വിശന്ന് ഫുഡ് നോക്കിയിരിക്കുകയാണ്. അവൾ ആ ഫുഡ് കൊടുക്കുമ്പോ അതിൽ വെറും സ്റ്റിക്ക് മാത്രമേ അവൻ കാണൂ. ഇതില് ഗ്രേവി ഒട്ടുമില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ ദേഷ്യപ്പെടുമ്പോ അവൾ കുറച്ച് സൂപ്പ് എടുത്ത് അതിലേക്ക് ഒഴിക്കും. അങ്ങനെ അവളുടെ പുതിയ ഡിഷ് അതിപ്പോ കോളായിട്ട് കൈ കിട്ടും. പക്ഷെ കുട്ടപ്പന് വേറെ വഴിയില്ലാതെ അവന്റെ വിശപ്പ് കാരണം അത് മുഴുവൻ അങ്ങനെ തിന്നാൻ തുടങ്ങും. ഇപ്പൊ കുട്ടപ്പൻ അവളെ നോക്കി പറയും, ഒരു ഹോട്ടലിൽ വരുന്ന കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഹോട്ടലിലെ ഉടമസ്ഥരും വർക്കേഴ്സും നോക്കേണ്ടത്. അതിന് നമ്മുടെ പെണ്ണ് എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് കസ്റ്റമേഴ്സിനോടുണ്ട്. ഞങ്ങൾ മാക്സിമം ദ ബെസ്റ്റ് ഫുഡ് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് ജോലിയാക്കി അവർക്ക് ആവശ്യമുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. എങ്കിലും മാത്രമേ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഗുഡ് വില്ല് അത് കൂടുകയുള്ളൂ. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് കുട്ടപ്പനാവട്ടെ 3 ബൗൾ ഫുഡ് ഇപ്പൊ തിന്നു തീർക്കും. കുട്ടപ്പൻ ഏമ്പക്കവും വിട്ട് ഇപ്പൊ അവസാനം പറയും, നിന്റെ പുതിയ ഫുഡ് അതെന്തായാലും കൊള്ളാം. കുട്ടപ്പൻ ഹായ് ആയിട്ട് ഇപ്പൊ മാസ്റ്റേഴ്സിന്റെ നടുക്ക് വന്നിരുന്ന്, എന്നാ പിന്നെ നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ എന്ന് അവരോട് ചോദിക്കും. അതിന് കാക്കാഷി, നിനക്ക് ട്രെയിനിങ് തരുന്നതിന് മുൻപായിട്ട് നിനക്ക് മറ്റൊരു കാര്യം അത് കാണിച്ചു തരാൻ പോവാണ്. അത് നീ നല്ലതുപോലെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ വേഗം മനസ്സിലാക്കണം. അപ്പൊ വെയിറ്റർ ഇപ്പൊ ബില്ല് കൊടുക്കുമ്പോ കാക്കാഷി പറയും, യാമുട്ടോ ഇന്നത്തെ ചെലവ് അത് നിന്റെ വകയാവട്ടെ, ബില്ല് നീ കൊടുക്കാൻ പറയും. അതിന് യാമുട്ടോ പറയും, ഞാനല്ല, നിങ്ങളാണ് എന്റെ സീനിയർ, അതുകൊണ്ട് ഈ ഒരു ബില്ല് അത് കാക്കാഷി തന്നെ അടയ്ക്കണമെന്ന് ഇപ്പൊ യാമുട്ടോ പറയും. അതിന് കാക്കാഷി പറയും, എനിക്കങ്ങനെയില്ല, ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്നത് എന്റെ അസിസ്റ്റൻസിനെയാണ്, അവര് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊടുക്കാന്ന് പറയുമ്പോ അതിന് യാമുട്ടോ പറയും, കുഴപ്പമില്ല, ഈ ബില്ല് അത് ഞാൻ അടച്ചോളാന്ന് പറഞ്ഞ് അവൻ ക്യാഷ് കൊടുക്കും. അത് കണ്ട് കാക്കാഷി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ നോക്കി കണ്ണിറുക്കി കാണിക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, മാസ്റ്ററിന്റെ ബുദ്ധി അത് റോക്കറ്റാണ്. കട്ട് ചെയ്താ ഇവിടെ വില്ലന്മാര് ചിറോക്കോയുടെ ബോഡിയായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈടം പറയും, എന്റെ ലൈഫില് ഇതുപോലൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. മോൺസ്റ്ററിനെ പിടിക്കാൻ പോയിട്ട് ഏതോ ഒരു മുട്ടയും തൂക്കി എടുത്തോണ്ട് ഇവൻ നടക്കുകയാണ്. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോ അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, മിണ്ടിപ്പോവരുത്, മിണ്ടിയാ നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കും. അതിന് ഹീഡം പറയും, നമ്മളിപ്പോ പോകുന്നത് കളക്ഷൻ ഓഫീസിലേക്കല്ലേ, ഇത് നമ്മുടെ മിഷൻ ഒന്നും അല്ലല്ലോ, അതിന് ഇത്രയും ബിൽഡപ്പ് ആവശ്യമുണ്ടോ ചോദിക്കുമ്പോ അതിനവൻ പറയും, ഇതും ഒരു ഇമ്പോർട്ടന്റ് മിഷനാണ്. അതിന് ഹീഡം പറയും, എനിക്കറിയാം, ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് കൊണ്ടുവരേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, പക്ഷെ അതിന് ഇത്രയ്ക്ക് അങ്ങോട്ട് തരം താഴണമെന്ന് ഇപ്പൊ ഹീഡൻ അവനെ കളിയാക്കും. അപ്പൊ ഹീഡൻ പറയും, നിനക്ക് ആ ബോഡി അത് ഉയർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചു നേരം ഞാൻ പിടിക്കാം. അതിനവൻ വേണ്ട, ഒരുപക്ഷെ നീ ഇതെടുത്ത് ദൂരെ കളയും. അതിന് ഹീഡൻ പറയും, അതെ, അത് ദൂരെ കളയാൻ തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അത് കേൾക്കുമ്പോ ഇപ്പൊ കാഗസൂന് കലി കയറി ഹീഡനെ ഇടിക്കാൻ വരും. ഹീഡൻ അങ്ങനെ തന്നെ അവന്റെ ടൂൾ ഉപയോഗിച്ച് കാഗസൂന്റെ പഞ്ച് അത് തടഞ്ഞു വെക്കും. അതിന് ഹീഡൻ പറയും, ഇത് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ്. പക്ഷെ കാഗസു അവൻ ഫൈറ്റ് ഇടാതെ ഇപ്പൊ മുൻപോട്ട് ഹായ് ആയിട്ട് നടക്കും. അതിന് ഹീഡൻ ചോദിക്കും, എന്തുപറ്റി, നീ ഫൈറ്റ് ചെയ്യുന്നില്ലേ? അതിനവൻ ടെൻഷനായിട്ട്, എനിക്ക് വയ്യ, എന്റെ ലക്ഷ്യം അത് മറ്റൊന്നാണെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ട് നടക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ കാക്കാഷിയോട് ചോദിക്കും, മാസ്റ്റർ എന്തോ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? അപ്പൊ ആ സമയത്ത് ഇപ്പൊ കാക്കാഷി ആവട്ടെ ആളുടെ കയ്യില് ക്രസൻ ഗൺ പവർ തന്നെ കൊണ്ടുവന്ന് ഇപ്പൊ കുട്ടപ്പനെ വണ്ടടിപ്പിക്കും. അത് കണ്ട് കുട്ടപ്പന്റെ 2 കണ്ണും തള്ളി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.